അരുൺ, മലപ്പുറത്ത് വലിയ സംഖ്യയാണ്, അത് എപ്പോഴും UDF പ്രതീക്ഷിക്കുന്നതാണ്. 94-ൽ 87 പഞ്ചായത്തുകൾ സ്വന്തമാക്കുന്നു. 4ഇടത്ത് മാത്രമാണ് LDF-ന് ഭരണമുള്ളത്. വളരെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം അവിടെ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് നമ്മൾ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അവിടെ എങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിലും എവിടെയാണ് LDF-ന് എന്തെങ്കിലും രീതിയിലൊരു നേട്ടം എവിടെയെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? UDF പ്രതീക്ഷിച്ചതിലും കഴിഞ്ഞൊരു വിജയം നേടിയ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ? ദിവിഷ, അത്ഭുതങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും UDF പോലും പ്രതീക്ഷിക്കാത്ത ഒരു മോഹക്കണക്കിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത്തരത്തിലാണ് ജില്ലയിലെ വോട്ടർമാർ UDF-ന് പച്ചക്കൊടി വീശിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നാൽ 94-ൽ 90 പഞ്ചായത്തുകളും UDF-നാണ്. 3 പഞ്ചായത്തിലേക്ക് 24-ൽ നിന്ന് 3-ലേക്കാണ് LDF ഒതുങ്ങുന്നതെന്ന് ആലോചിക്കണം. ഒപ്പം തന്നെ ഒരു പഞ്ചായത്ത് ലീഗ് കോൺഗ്രസും 2 സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ മലപ്പുറം പരാമർശമാണ് വെള്ളാപ്പള്ളിയുടെ. അതിനെ തള്ളിപ്പറയാൻ പോലും ഇടതുപക്ഷം മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. പിന്നീടും പലതരത്തിലുള്ള വർഗീയ വിഷം തുളുമ്പുന്ന വാക്കുകൾ വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് വന്നു. പക്ഷേ അതിനെയും തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പല വേദികളിലേക്കും ഒരുമിച്ച് വരുന്നതും കണ്ടു. അവിടെ കോൺഗ്രസ് VD സതീശൻ കൃത്യമായി അതിനെതിരെ സംസാരിച്ചിരുന്നു. ആ മലപ്പുറം ഫാക്ടർ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നിപ്പിച്ചോ? അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലായി ലോക്സഭയിലും ഇപ്പോൾ നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ ട്രെൻഡ് തീർച്ചയായും വ്യക്തമാണ് എന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകോപനം അവിടെ കാണുന്നുണ്ട്. അത് UDF-ന് അനുകൂലമാവുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ചും പല പ്രതികൂല ഘടകങ്ങളൊക്കെ ആയുധമായി വരുമ്പോൾ പോലും അതൊന്നും തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമസ്ത വിഷയമായിരുന്നു, സമസ്തയുമായി ഭിന്നതയായിരുന്നു. പക്ഷേ അതെങ്ങും മേശാത്ത പോലെയാണ് പ്രതിഫലിച്ചത്. ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധമാണ് അടുത്ത പ്രധാന ഘടകം. അതെങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള ചോദ്യം UDF-നെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തീർത്തും പറയാവുന്നതാണ് തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ. പക്ഷേ ഗുണം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രാദേശികമായ ഒരു നീക്കുപോക്കാണ് നടത്തുന്നതെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ് UDF നേതൃത്വവും നേതാക്കളും ചെയ്തത്. പലയിടത്തും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ തവണത്തേക്കാളും ഗുണകരമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്നാണ്. ഞാൻ നേരത്തെ വന്ന കണക്കുകളിലേക്ക് കൂടെ വരികയാണെങ്കിൽ 94-ൽ 90 പഞ്ചായത്തുകളാണ് UDF-നൊപ്പം ഉള്ളത്. 24 പഞ്ചായത്തുകൾ കയ്യിലുണ്ടായിരുന്ന LDF-ന്റെ സ്ഥിതി 3-ലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ബോണസ് പോലും LDF-ന് ജില്ലയിൽ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ റിസൾട്ട് അപ്രതീക്ഷിതമല്ലെങ്കിൽ കൂടി അത്തരത്തിലൊരു അത്ഭുതകരമായ ഒരു റിസൾട്ടിലേക്ക്, അമ്പരപ്പിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. ഒരു പഞ്ചായത്ത് പൊന്മുണ്ടത്ത് UDF-ൽ ലീഗും കോൺഗ്രസും എതിരായി മത്സരിക്കുക കാലങ്ങളായി അവിടെയാണ്. അവിടെ CPM-ഉം കോൺഗ്രസും സഹകരണത്തോടെ ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കിയിരുന്നു. ആ പൊന്മുണ്ടത്ത് ലീഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ജനകീയ മുന്നണി വന്നു. അതാണ് ഒരു പഞ്ചായത്ത്. അങ്ങനെ 94 എന്നുള്ളതാണ് കണക്ക്. ഒപ്പം തന്നെ നഗരസഭകളിൽ 12-ൽ 11 പൊന്നാനി ഒഴികെ 34 വർഷങ്ങൾക്ക് ശേഷം പിടിച്ചെടുത്ത പെരിന്തൽമണ്ണ ഉൾപ്പെടെ UDF-നൊപ്പമായി എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 33-ൽ 32 അത് അന്തിമ. തീർച്ചയായും അത്തരത്തിലൊരു വിശേഷണത്തിലേക്ക് പോകുന്നു. പ്രതിപക്ഷം ഉണ്ടോ എന്നൊക്കെ ടോസൊക്കെ ഇട്ട് നോക്കിയിട്ട് വേണം പൊന്നാനിയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നുള്ളതാണ്. അവിടെ 7-7 ബ്ലോക്ക് പഞ്ചായത്തിനല്ല, LDF-ന്റെ കോട്ടയാണ് പൊന്നാനി. അവിടെ പോലും അതാണ് സ്ഥിതിയിലേക്ക് എത്തുന്നു. UDF-ന്റെ സമഗ്ര ആധിപത്യം എന്നുള്ളത് തന്നെയാണ് ലീഗിനും എന്തായാലും വലിയൊരു ക്രെഡിറ്റ് അതിൽ അവകാശപ്പെടാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരു ഐക്യം തന്നെ UDF-ന്റെ ഇവിടെ പ്രകടമായിരുന്നു. പല ഭിന്നതകൾ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറാൻ UDF-ന് സാധിച്ചു. വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടു. UDF-ന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം അത് മലപ്പുറത്തിൽ വലിയ രീതിയിൽ UDF പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയം. പ്രതിപക്ഷം ഉണ്ടാകുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി ടോസ് ഇടേണ്ട അവസ്ഥയാണ് മലപ്പുറത്ത്.